ഇനി ഞാനൊരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കി നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഞാൻ 3 കിലോ ചിക്കൻ എടുത്തു. അതിനകത്തോട്ട് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ അതിനകത്തോട്ടിട്ടു. പിന്നെ വെളുത്തുള്ളിയില്ലേ, അതും ചെറിയുള്ളിയും കൂടെ നന്നായിട്ട് പേസ്റ്റ്, ഒരുവിധം പേസ്റ്റാക്കി അതും കൂടെ അതിനകത്തോട്ടിട്ടു. പിന്നെ മൈദ വേണം കേട്ടോ. മൈദ ഒരു 4 ടേബിൾ സ്പൂണ് മൈദ ഇട്ടു. ഞാൻ ചിക്കൻ അനുസരിച്ചാണ് ഇടുന്നത്. 4 ടേബിൾ സ്പൂൺ ഇട്ടു. പിന്നെ കോൺഫ്ലവർ വേണം. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ട് 3 ടേബിൾ സ്പൂൺ ഇടാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ. അതും കൂടെ അതിനകത്തിട്ടിട്ടു. പിന്നെ മെയിൻ സാധനമായ മുട്ട 4 എണ്ണമാണ് എടുത്തത്. ഓരോന്നിങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചതിനകത്തോട്ട്. പിന്നെ എന്ത് ചെയ്യണം, പിന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കണം. ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചാൽ ഏറ്റവും നല്ലത്. നന്നായിട്ട് ഇളക്കിയിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി വെച്ചു. പിന്നെ വറുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്സ് ഒരു പാത്രത്തിനകത്തോട്ടിട്ടു. പിന്നെ ഫ്രൈഡ് ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ മേടിച്ച് അതും കൂടെ അതിനകത്തോട്ട് ആവശ്യത്തിന് ഇങ്ങനെ ഇട്ടു. അത് തീരുന്നതിനനുസരിച്ച് ഇട്ടാൽ മതി, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആ ഓട്സിൻ്റെ ആ ഇത് അങ്ങ് മാറിപ്പോവും മുക്കുമ്പോൾ ഓരോന്ന് ഡിപ്പ് ചെയ്യുമ്പോഴേ. അപ്പോൾ പാനെടുപ്പത്ത് വെച്ചിട്ട് അതിനെ ചൂടായി വരുമ്പോൾ ആവശ്യത്തിൽ ഓയിലൊഴിച്ചു. പിന്നെ ഓരോ ചിക്കൻ ഇങ്ങനെ എടുത്തെടുത്ത് അതിനകത്തോട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് തിളച്ച് വരുന്ന എണ്ണയ്ക്കകത്തോട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ മുക്കിയിട്ടു. പിന്നെ അത് മുത്ത് വരുന്നത് ഇങ്ങനെ നമ്മൾ നോക്കിയിരുന്നു. മൂത്ത് വന്നപ്പം ഓരോന്നിങ്ങനെ നമ്മൾ കോരിങ്ങെടുത്തു. പെട്ടെന്ന് ഫ്രൈഡ് ചിക്കൻ റെഡിയായി.